ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നിമി സൂരജ് വ്ളോഗ്സ്. കാരിക്കേച്ചർ മേക്കിംഗ് ഇന്ന് ട്രെൻഡിങ് ആയിരിക്കുകയാണല്ലോ. 3 ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്ത് കാരിക്കേച്ചർ എങ്ങനെ നിർമ്മിക്കാമെന്നതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ടൂൺമി എന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ് ഞാൻ കാരിക്കേച്ചറുകൾ നിർമ്മിക്കാറുള്ളത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്തെടുത്തതിനാൽ ഞാനിത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരിക്കേച്ചർ നിർമ്മിക്കുന്നതിന് ടൂൺമിയാണ് എനിക്ക് ഏറ്റവും അനുയോജ്യമായി തോന്നിയിട്ടുള്ളത്. ടൂൺമി എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് തുറന്നു വരുന്നത്. ഇതിൻ്റെ പ്രോ വേർഷനുകളുമുണ്ട്, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സുകളൊക്കെ ഇതിൽ കാണാവുന്നതാണ്. അതിൽ നിന്നും സിംഗിളായി കാണുന്ന ഈ കാരിക്കേച്ചർ സെലക്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അതിൻ്റെ സൈസ് സെലക്ട് ചെയ്ത് താഴെ കാണുന്ന ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഈ തരത്തിലൊരു സ്റ്റിക്കർ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകും. ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് നമ്മുടെ ഗാലറിയിൽ സേവ് ആവുന്നതാണ് ഒരു സ്റ്റിക്കർ രൂപത്തിൽ. നമുക്ക് എത്ര ഫോട്ടോസാണോ വേണ്ടത് അത് മുഴുവൻ ഇതേപോലെ സ്റ്റിക്കർ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക. അതിനുശേഷം രണ്ടാമത്തെ ആപ്ലിക്കേഷനായ remove.bg എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇതിലെ അപ്ലോഡ് ഇമേജ് എന്ന ഫോട്ടോയിലേക്ക് നാം നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കർ രൂപത്തിലുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക നമ്മുടെ ഗാലറിയിൽ നിന്ന്. ഈ ആപ്ലിക്കേഷനും നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഫോട്ടോസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇതിൽ കാണിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിലെ എക്സ്ട്രാ ഫീച്ചേഴ്സ് എക്സ്ട്രാ ഫോട്ടോസ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇതുപോലെ ഇറേസ് ചെയ്ത് കളയാവുന്നതാണ്. ടൂൺമിയിൽ നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ പേരും ഒക്കെ ആപ്ലിക്കേഷൻ്റെ പേരൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ നമുക്ക് ഇതുപോലെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോട്ടോസിൽ നമുക്ക് ഈ ഫോട്ടോ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഇൻഷോട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ ബ്ലാങ്ക് പേജ് ഓപ്പൺ ചെയ്യുക. അതിൽ നിന്നും നമുക്ക് സ്റ്റിക്കർ രൂപത്തിലേക്ക് നമ്മൾ മാറ്റിയതിനാൽ സ്റ്റിക്കർ ക്ലിക്ക് ചെയ്ത് അതിലെ പ്ലസ് മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് നമ്മൾ നേരത്തെ ചെയ്തെടുത്ത ഫോട്ടോസ് മുഴുവൻ ഇതിലേക്ക് ആഡ് ചെയ്യുക, ബ്ലാങ്ക് പേജിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ കാരിക്കേച്ചറുകൾ നമുക്കിങ്ങനെ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. എത്ര ഫോട്ടോസ് വേണമെങ്കിലും നമുക്കിങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.